മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. പണ്ടൊരു ടാസ്കിൽ അനീഷ് പറഞ്ഞതുപോലെ അനീഷ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഒരു ഒറ്റയാൻ തന്നെയാണ് കേട്ടോ. കാരണം ഇന്നലെ ലാലേട്ടൻ അനീഷിന് നോമിനേഷൻ ചെയ്യാനുള്ള പവർ തിരിച്ചു കൊടുത്തിരുന്നു ആ ക്യൂസ് മത്സരത്തിന്റെ അടിസ്ഥാനത്തിൽ. കഴിഞ്ഞ ആഴ്ച മുതൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പകുതി പേര് ഓപ്പൺ നോമിനേഷനും പകുതി പേര് സീക്രട്ട് നോമിനേഷനുമാണ് നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഓപ്പൺ നോമിനേഷൻ നടത്തിയവർ സീക്രട്ട് നോമിനേഷനും കഴിഞ്ഞ ആഴ്ച സീക്രട്ട് നോമിനേഷൻ നടത്തിയവർ ഈ ആഴ്ച ഓപ്പൺ നോമിനേഷനുമാണ് ചെയ്യേണ്ടത്. അനീഷ് കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് അനീഷിനോട് ചോദിക്കുന്നു, അനീഷിന് ഏത് നോമിനേഷനാണ് വേണ്ടത്, ഓപ്പൺ നോമിനേഷൻ വേണോ അല്ലെങ്കിൽ കൺഫെക്ഷൻ റൂമിൽ വെച്ചുള്ള സീക്രട്ട് നോമിനേഷൻ വേണോ എന്ന്. ബിഗ് ബോസ് ചോദിക്കാൻ കാത്തിരുന്നത് പോലെ ആ നിമിഷം തന്നെ അനീഷ് പറയുന്നത് എനിക്ക് ഓപ്പൺ നോമിനേഷൻ മതി ബിഗ് ബോസ്. ഈ അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സംഭവമാണ്. പുള്ളിക്ക് ആരെയും പേടിയില്ല, ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊരു ചിന്തയുമില്ല. കാരണം കഴിഞ്ഞ ആഴ്ച ഓപ്പൺ നോമിനേഷന് വേണ്ടി 8 പേരോട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ തപ്പിത്തടഞ്ഞ് ആലോചിച്ച് 8 പേര് എഴുന്നേറ്റ് വന്നത് ഒരുപാട് ടൈം എടുത്താണ്. എന്നാൽ അനീഷ് ബിഗ് ബോസ് ചോദിക്കാൻ കാത്തിരുന്നത് പോലെയായിരുന്നു. ചോദ്യം ചോദിച്ച ഉടനെ തന്നെ അനീഷ് രണ്ടും കൽപ്പിച്ച് പറഞ്ഞു എനിക്ക് ഓപ്പൺ നോമിനേഷൻ മതിയെന്ന്. അനീഷ വന്ന ഒന്നാമത്തെ ദിവസം മുതൽ ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ള കാര്യം കറക്റ്റായിട്ട് നിലപാടുകൾ പറയുന്ന ഒരു വ്യക്തിയാണ്, സ്വന്തം അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ്, ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനീഷ്. അനീഷിൻ്റെ ഇപ്പോഴുള്ള ഉറ്റ സുഹൃത്താണ് ഷാനവാസ്. എന്നാൽ ഷാനവാസ് ഒരു തെറ്റ് ചെയ്താലും നാളെ അനീഷ് ഓപ്പൺ നോമിനേഷനിൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത് കളയും. അത്രയും ധൈര്യമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനീഷ്.